അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് എന്തെങ്കിലും വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നാം നമ്മളുമായി അടുത്ത് നിൽക്കുന്നവരോട് ആ സന്തോഷം പറയും. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, അതല്ലെങ്കിൽ നമുക്കൊരു വീടുണ്ടായി, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി, ഒരു PSC കിട്ടി, അതല്ലെങ്കിൽ നമുക്കൊരു വിവാഹമുണ്ടായി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ നമ്മൾ. അങ്ങനെ പറയുന്ന സമയത്ത് ആളുകളുടെ പ്രതികരണത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ പ്രതികരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പൊതുവേ നമ്മൾ നമ്മുടെ ഒരു സന്തോഷം മറ്റൊരാളോട് പറയുമ്പോൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഒന്ന്, നമ്മളെപ്പോലെ അയാൾ സന്തോഷിക്കും. അൽഹംദുലില്ലാ, ഓ വളരെ നല്ലത് തന്നെ, ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവണം, നിനക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ നിനക്കൊരു വീടുണ്ടാവണം, നിനക്കൊരു കുട്ടി ഉണ്ടാവണം എന്നൊക്കെ ഞാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ് എന്നവർ സാധാരണഗതിയിൽ പറയും. അവർക്ക് പിന്നെ അധികം ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളെ സന്തോഷത്തിൽ അവർ പങ്കുചേരും, തീർന്നു. എന്നാൽ വേറെ ചില ആളുകൾ നമ്മളത് പറയുമ്പോൾ അവർ അതിലൊരു പ്രത്യേക സന്തോഷമൊന്നും പ്രകടിപ്പിക്കില്ല. അതിനെക്കുറിച്ച് ചില നിരൂപണങ്ങൾക്കും ചില ചോദ്യങ്ങൾക്കുമാണ് അവർ പെട്ടെന്ന് തയ്യാറാവുക. എന്നിട്ടിപ്പോൾ എന്താണത്, എങ്ങനെയാണത്, എത്രത്തോളമുണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആ അനുഗ്രഹം, ആ ഒരു സന്തോഷം, അത് അവരാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതത്ര പൂർണ്ണമല്ല, പരിപൂർണമല്ല എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അതിലൊരു സമാധാനം കിട്ടും. എൻ്റെ വീടുണ്ടാക്കിയോ, എവിടെ ഉണ്ടാക്കിയത്, അവിടെ. എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, എങ്ങനെയാണ്, എത്ര റൂമുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾക്ക് ചില ഡാമേജ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാണ് അവരിങ്ങനെ ചോദിക്കുക. അപ്പോൾ അവർക്കൊരു സമാധാനം ഇങ്ങനെ കിട്ടും. എന്ത്, വീടുണ്ടായിട്ടുണ്ടെങ്കിൽ അത്ര നല്ലൊരു വീടൊന്നും അല്ല. അതേപോലെ തന്നെ അങ്ങനെ കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും കമൻറ്റുകൾ പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ നമ്മൾ അങ്ങനെയാണോ? അല്ല, നമ്മൾ എന്തിനാണ് വേറെ ഒരാൾക്കൊരു അനുഗ്രഹം വരുന്നതിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യം എന്താണ്? നമുക്കതിലൊരു പങ്കുമില്ല. അത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ളൊരു സംഗതിയല്ലേ. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ്. അയാൾക്കൊരു വീട് അള്ളാഹ് കൊടുത്തതിൽ നമ്മളെന്തിനാണ് അതൃപ്തിപ്പെടുന്നത്? ഒരു ജോലി അള്ളാഹു കൊടുത്തതിൽ എന്തിനാണ് അതൃപ്തിപ്പെടുന്നത്? ഇനി നമുക്ക് കിട്ടിയില്ല എന്നതാണോ? നമുക്ക് കിട്ടിയില്ല എന്നതുകൊണ്ട് വേറൊരാൾക്ക് കിട്ടരുതെന്ന് വിചാരിക്കാൻ പറ്റും? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണോ അത്? എങ്കിൽ അതുപോലെയല്ലേ വേറെയുള്ള ആൾക്കാരും. അപ്പോഴല്ലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. നമ്മുടെ മനസ്സിന് തക്കവുണ്ട്, ഈമാനുണ്ട്, നമ്മൾ നല്ല ആൾക്കാരാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു നന്മയും നമ്മളിലില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കുക, വേറെ ഒരാൾക്ക് ഒരു സന്തോഷമുണ്ടായി, അനുഗ്രഹമുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിക്കൊരു ഇടങ്ങേറ് തോന്നുന്നുണ്ടോ? എങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സ് മലിനമാണ്, നമ്മുടെ മനസ്സ് രോഗാതുരമാണ്, നമ്മൾ നല്ല ആൾക്കാരല്ല, നമ്മൾ നന്മയില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അം യഹ്സുദൂന നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അള്ളാഹു ഒരാൾക്ക് അവൻ്റെ ഔദാര്യത്തിന് അവൻ നൽകുമ്പോൾ ആ ജനങ്ങളോട് നിങ്ങൾ എന്തിനാണ് അസൂയ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് അസൂയ കാണിക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കും. ഏറ്റവും വലിയൊരു തിന്മയാണ് അസൂയ എന്ന് പറയുന്നത്. ഈ അസൂയാലു അനുഭവിക്കുന്ന മാനസിക പ്രതിസന്ധി, പ്രയാസത്തിലാണ് അറിയുന്നത്. മറ്റൊരാൾക്ക് അനുഗ്രഹമുണ്ടായതിലുള്ള മാനസിക വേഷം, എന്താ അപ്പം അതുകൊണ്ടൊരു പ്രയോജനമുള്ളത്? എല്ലാവരും സന്തോഷിക്കണം. നമുക്കില്ലേ, ഒരാളുടെ പ്രയാസത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറില്ലേ? അയാൾക്ക് നല്ല ഫുഡ് കഴിക്കാനില്ല, അവരുടെ കുട്ടിയൊക്കെ നല്ല വസ്ത്രമില്ല, അയാൾക്ക് വീടില്ല, കടമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അയാൾക്കത് മാറിക്കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ സുഹൃത്തുക്കളെ വേണ്ടത്? ഒരാളെന്നും കഷ്ടപ്പാടിൽ ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരാളെന്നൊരു പ്രതിസന്ധിയിൽ ജീവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇതിലേറെ അപകടകരമായ കാര്യമാണ് എന്താ അറിയോ? ഒരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങളോ കാരുണ്യങ്ങളോ ലഭിക്കാൻ അവസരങ്ങളുണ്ടാകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഭയാനകമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ?
ഈമാനുള്ളവരല്ലേ. അതുകൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ അസൂയ വയ്ക്കാതിരിക്കുക. ആളുകൾ എന്തെങ്കിലും അനുഗ്രഹമോ സന്തോഷമോ കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ അവരെപ്പോലെ സന്തോഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ നമ്മളെപ്പോലെ സന്തോഷിക്കാൻ മനസ്സുകൊണ്ട് കഴിയുന്നവരെ നമ്മൾ കണ്ടെത്തുമ്പോൾ അവരെ നമുക്ക് വിശ്വസിക്കാം. എന്നാൽ നമ്മുടെ സന്തോഷങ്ങളെ നിരൂപണം ചെയ്തും അവലോകനം ചെയ്തും വിശകലനം ചെയ്തും സമാധാനമടയാൻ ശ്രമിക്കുന്നവരെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ആത്മമിത്രങ്ങളായി ഉറ്റ സുഹൃത്തുക്കളായി കാണുക പ്രയാസകരമാണ്. അതുകൊണ്ട് മനസ്സ് വിശാലമാകുക, മറ്റുള്ളവരും നമ്മളെപ്പോലെ ആകാൻ ആഗ്രഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.